ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പൊട്ടറ്റോ 65 ആണ്. ഏത് ഡിഷിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാനും പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പൊട്ടറ്റോ 65 തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെച്ച് കൊടുത്ത വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കിനി ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1/4 കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതിനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ഈ ആലു 65 തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇതൊരു ഹൈദരാബാദി സ്പെഷ്യൽ റെസിപ്പിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഉരുളക്കിഴങ്ങിൽ കറക്റ്റായിട്ട് ഉപ്പ് പിടിച്ചിട്ട് വരില്ല. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഇപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. ഉരുളക്കിഴങ്ങ് ഫുള്ളും ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ്. നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കണത് എന്തിനെന്ന് വെച്ചാൽ നല്ലൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം ഈ 2 ടേബിൾ സ്പൂണും മൈദാമാവ് തന്നെ ചേർത്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങിൽ ഒരു അല്പം വെള്ളം ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ പേരിൽ നന്നായിട്ട് അത് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. എങ്ങാനും ഇത് മിക്സ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് അരി ഉണ്ടാവുന്നത്. ഒരുപാട് കളറൊന്നും ചേഞ്ച് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണ്ട. നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ഈ മാവ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതിയാവും. ഇതിപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഞാനിതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ 65 തയ്യാറാക്കി തുടങ്ങാം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3 വെളുത്തുള്ളിയാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് കൂടി, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 വറ്റൽമുളക്, ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും നമ്മളിത് വഴറ്റേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ് നമ്മളിത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിന് ഇത്രയും മാത്രം ഒരല്പം ഉപ്പ്. ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയുടെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളി ഇല്ലാത്ത തൈര് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഒരു ലൈറ്റായിട്ടുള്ള പുളി കുഴപ്പമില്ല, ഒരുപാട് പുളി വേണ്ട. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരല്പം കളറാണ്. ചുമന്ന കളറാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരല്പം കളർ ചേർക്കുന്നത്. അപ്പോൾ കളർ യൂസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ആ ചെറിയൊരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫൈനലി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പൊട്ടറ്റോ 65 സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഇത് നമുക്ക് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാനായാലും ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡിഷിൻ്റെ കൂടെയും സൈഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.